മാനസയുടെ ആദ്യ കാവ്യ സമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. കണ്ണടച്ചിലിനപ്പുറത്തുള്ള വിശാലമായ കാഴ്ചകൾ തേടുന്ന മാനസയുടെ ആദ്യ കാവ്യ സമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്ന ചടങ്ങിൽ കവിയും കലാകാരനുമായ ആർ വിഷ്ണുപ്രസാദ്, കവയിത്രിയും പടന്നക്കാട് നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ കെ റുഖയ്ക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ലളിതമായ ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നതാവണം കവിതയെന്ന് വിഷ്ണുപ്രസാദ് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ഈ കീനോട്ട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. കീനോട്ട് എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു വാക്കാണ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് കീനോട്ട്. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കോളേജിൽ. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ മാറ്റത്തെ ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തുന്ന ജീവികളെയാണ് കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓൾ പോയറ്റ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് ബിലോങ് ടു ദി സ്പീഷീസ് ഓഫ് കീസ്റ്റോൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഈ കീനോട്ട് അഡ്രസ്സിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ മുൻനിർത്തി വളരെ വേഗത്തിലുള്ള ഒരു വായനയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഡിഫറൻഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം. വാട്ട് ഈസ് പോയട്രി? കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഇരിട്ടി MG കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ പ്രമോദ് വെള്ളച്ചാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു കവിത 100 പേർ വായിക്കുമ്പോൾ 100 അർത്ഥതലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അഗാധ തലങ്ങളിലേക്ക് തിരിച്ചറിയുന്ന മാനവികതയുടെ ജൈവസത്തയിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വേണം. മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നമ്മുടെ സാംസ്കാരിക മണ്ഡലങ്ങളാകെ ഫോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുരുകനൊരു കവിതയിൽ പറയുന്നത് എനിക്ക് കണ്ണട വേണമെന്നതാണ് അല്ലേ. കാഴ്ചകളെല്ലാം മങ്ങി തുടങ്ങി എനിക്ക് കണ്ണട വേണമെന്നതാണ്. മാനസ പറയുന്നത് എനിക്ക് കണ്ണടയും പോരാ, കണ്ണടയുടെ അപ്പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ എഗെയിൻ ആ കാലത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ അശോകൻ അധ്യക്ഷനായി. ഡോക്ടർ കെ റുഖയ പുസ്തക പരിചയം നടത്തി. സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് TK സുധാകരൻ, മാതൃഭൂമി റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ, പെരിയ SN കോളേജ് പ്രിൻസിപ്പൽ ES ലത, ചിത്രകാരൻ മേലത്ത് ദാമോദരൻ നമ്പ്യാർ, വിജിത P നമ്പ്യാർ, M ജാൻവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.